ആറ്റിങ്ങലിന് പിന്നാലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും 40,000-ത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് ബി.ജെ.പി. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് പരാതി നൽകിയിരിക്കുകയാണ്. പക്ഷേ കാര്യക്ഷമമായ ഇടപെടൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ബി.ജെ.പി. ക്യാമ്പിന്റെ വിമർശനം. ഏതായാലും ഈ ഘട്ടത്തിൽ എൽ.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ എം വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ആറ്റിങ്ങലിലായിരുന്നു ഇത്തരത്തിലൊരു പരാതി പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലും ഏതാണ്ട് 40,000-ത്തിലധികം വ്യാജ വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന പരാതിയുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കും. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും അപാകതകളുണ്ട്. അത് ഇലക്ഷന്റെ തന്നെ പ്രഖ്യാപനത്തിനും വളരെ മുമ്പ്, എനിക്ക് തോന്നുന്നു 6 മാസം എങ്കിലും മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പരസ്യപ്പെടുത്തിയിരുന്ന ഒരു കാര്യം വോട്ടർ പട്ടികയിലെ അപാകതകൾ നീക്കാൻ അവസരമുണ്ട് എന്നാണ്. അത് പബ്ലിക് എന്ന നിലയിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ മാത്രം ചെയ്യേണ്ട കാര്യമില്ല, ഇലക്ഷൻ കമ്മീഷനും കൂടി ചേർന്നുകൊണ്ട് നടത്തേണ്ട ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല എന്നത് വസ്തുതയാണ്. നമുക്കും അറിയാം ഇതെല്ലാം. മരിച്ച ആളുകളുടെ പോലും മാറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ഈറ്റുവാന്റെ മണ്ഡലത്തിലെ പരിശോധിച്ച് നോക്കുമ്പോൾ 4,500 മരിച്ച ആളുകളുടെ പേര് കിടക്കുന്നു. പിന്നില് ഇരട്ടിപ്പ് വരുന്നത്. മരിച്ച ആളുകളുടെ പേര് സ്വാഭാവികമായിട്ട് ഒഴിവാക്കേണ്ടതല്ലേ? ഇതിൽ ആർക്കാണ് അപ്പൊ ഈ പിഴവ് സംഭവിച്ചത്? അത് ഒഫീഷ്യലായി ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ നമുക്കത് ചൂണ്ടിക്കാണിക്കാനുള്ള ഇതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇൻക്ലൂഡിംഗ് ബി.ജെ.പി. ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഉന്നയിക്കാം. ബി.ജെ.പി. പരാതി ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ബി.ജെ.പി. അത് ചെയ്തില്ല? ബി.ജെ.പി. എന്തുകൊണ്ട് ചെയ്തില്ല? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. ബി.ജെ.പി. എന്തുകൊണ്ട് ചെയ്തില്ല എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെയല്ല, ആറ്റെങ്കിലും ഇങ്ങനെ കാര്യം ഇപ്പോഴല്ല, നേരത്തെയും വന്നിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കാണാതെ ഇങ്ങനെ ഉള്ള ആക്ഷേപങ്ങൾ ഈ ഇലക്ഷന്റെ ടൈമിൽ ഉന്നയിക്കുന്നത് അവർക്ക് ഒരു വിജയത്തെ സംബന്ധിച്ച് ഒരു പരാജയ ഭീതി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കുഴപ്പമാണ്, ആ കുഴപ്പമാണ്, ഈ കുഴപ്പമാണ്, പൊളിറ്റിക്കലല്ല എന്റെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളാണ് എന്ന് പരാജയ ഭീതിയിൽ നിന്ന് പറയുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായി. അതായത് ഈ 2ാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും ഇല്ല എന്നൊരു വിലയിരുത്തൽ അതുകൊണ്ടുണ്ടാകുന്ന അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇലക്ഷൻ തിരുവനന്തപുരം പാർലമെന്റിനെ സംബന്ധിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ പറയാൻ കഴിയും. ഇതുവരെയുള്ളതല്ല. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനത്ത് ഒരു പൊളിറ്റിക്കലായിട്ടും കാൻഡിഡേറ്റ് എന്ന നിലയിലും 2 രൂപത്തിലുണ്ടല്ലോ നോക്കിയാൽ പന്ന്യൻ രവീന്ദ്രൻ മുന്നിലാണ്. ശശി തരൂര് മുകളിൽ നിന്ന ആള് വളരെ താഴ്പോയി. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ 2ാം സ്ഥാനത്ത് നിന്ന പന്ന്യൻ രവീന്ദ്രൻ മുൻപിലേക്ക് വന്നു എന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്തിന് വേണ്ടി ഇപ്പോ തരൂരും രാജീവ് ചന്ദ്രശേഖറും ബി.ജെ.പിയും തമ്മിൽ 2ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്.